പ്രണയവിവാഹം. ഭാര്യ ഗൗതമിക്കൊപ്പം ബംഗളൂരുവിലെ അൽസൂറിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന യുവാവ്. സഹോദരൻ ആക്രമിച്ചേക്കാമെന്നും ബന്ധുക്കളെത്തി അരുൺ ബാബുവിനെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും കുടുംബാംഗങ്ങളെ ഗൗതമി അറിയിച്ചത് ശനിയാഴ്ച രാവിലെ. മണിക്കൂറുകൾക്കുള്ളിൽ ഹൃദയാഘാതത്തെ തുടർന്ന് 28-കാരൻ മരിച്ചുവെന്ന് വീട്ടുകാർക്ക് അറിയിപ്പും കിട്ടി. ഇതാണ് മരണത്തിൽ അസ്വാഭാവികത സംശയിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനം. ബംഗളൂരുവിലെത്തിയ ബന്ധുക്കൾ മൃതശരീരം കണ്ടു ഞെട്ടി. മർദ്ദനമേറ്റതിന് സമാനമായ പാടുകളാണ് മുഖത്ത്. അച്ഛൻ ചെല്ലുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം എല്ലാം നടന്ന് ബോഡി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഇവർ റെഡിയാക്കി വെച്ച്. അതുപോലെ അച്ഛനെ ബോഡി കാണിച്ചില്ല. പിന്നെ ഇവൻ്റെ ഫോട്ടോയ്ക്കകത്ത് ഇവൻ്റെ മുഖത്ത് നന്നായിട്ട് പരിക്കുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സംശയം തോന്നാൻ കാര്യം. കഴിഞ്ഞ വർഷം ജനുവരി 27-നായിരുന്നു വിവാഹം. ബംഗളൂരുവിലുള്ള ബന്ധുവീട്ടിൽ കഴിയവെയാണ് ഗൗതമിയെ അരുൺ പരിചയപ്പെട്ടത്. ബന്ധം പിന്നീട് പ്രണയമായി. വിവാഹത്തെ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു അത്രേ. ഇതാണ് വാടകയ്ക്ക് മാറാൻ ഇരുവരെയും പ്രേരിപ്പിച്ചതും. ഡ്രൈവറായി ജോലി ചെയ്തു വന്ന അരുണിന് മറ്റു ഭീഷണികൾ ഏതുമില്ലായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ് അവിടുത്തെ പൊളിറ്റിക്കലി ഹോൾഡ് ഉണ്ട്. നാടിനെ ആ ഒരു രീതിയാണല്ലോ അവിടുത്തെ ആ ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനൊരു സംശയമുണ്ട്, ഇവരിനി എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്ന് പറയും. പിന്നെ നമ്മൾ വിളിച്ച് അറിയുന്ന അൺനാച്ചുറൽ ഡെത്താന്ന് അറിയുന്നു. ബംഗളൂരു പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ അസ്വാഭാവിക മരണമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടി കണക്കിലെടുത്താണ് റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടത്. കൊടുമൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃതശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടം നടത്തി. ആനന്ദപ്പള്ളി മഞ്ജു ഭവനിൽ ബാബു മഞ്ജു ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത ആളാണ് അരുൺ. അതേസമയം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഭാര്യ ഗൗതമിയും അവരുടെ ഏതാനും ബന്ധുക്കളും ആനന്ദപ്പള്ളിയിലെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.